പൊന്നാണുങ്ങളെ, നിങ്ങൾ ആരും ആ ചിരിയിൽ മയങ്ങി വീഴരുത്. അവക്കിനിയും മതിയായിട്ടില്ല. അതായത് ഇനിയും ആണുങ്ങള് ചെന്ന് കയറിക്കൊടുത്താൽ നിനക്കൊക്കെ കിട്ടുന്നത് 8ന്റെ പണിയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുത്തനെ വീട്ടിൻ്റെ അകത്ത് അടച്ചിട്ടു, ഒന്ന് ചിരിച്ച് കൊഞ്ചി കുഴഞ്ഞ്. ഇനി അടുത്ത പടി നിങ്ങളിൽ ആർക്കാണെന്ന് അറിയൂടാ. അതുകൊണ്ട് പൊന്നു മക്കളെ, ചീത്തപ്പേര് കേൾക്കണ്ടെങ്കിൽ, ഈ വെളിപ്പെടുത്തലുകളിൽ ഞെട്ടണ്ടെങ്കിൽ നിങ്ങൾ ഈ പൊന്നു പിള്ളക്ക് മെസ്സേജ് അയക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചേച്ചി പറയുന്നത് കേക്കി നടി മോളസേ ചക്കരെ ഈ സുന്ദരിയാണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പൊ വരുന്നില്ല. മുന്നേ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേട്ടല്ലോ അല്ലേ? ആരും ഇപ്പം ചക്കരക്കുട്ടി, മോളൂസേ, വാവേ എന്നൊന്നും വിളിക്കണില്ല എന്ന്. ചേച്ചിക്ക് ഭയങ്കര വിഷമം. ആരും അങ്ങനെ വിളിക്കുന്നില്ല. അതായത് മാങ്ങയുടെ രുചി തീർന്നപ്പോഴേ ചേച്ചിക്ക് ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ രുചിക്കണം. വല്ല സ്ട്രോബെറിയോ ഓറഞ്ചോ അല്ലെങ്കിൽ പപ്പായയോ അങ്ങനെ വല്ലതുമൊക്കെ രുചിക്കാനാണ് ചേച്ചിക്ക് ഇപ്പൊ ഇഷ്ടം. മാങ്ങയുടെയൊക്കെ രുചി തീർന്നല്ലോ, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞല്ലോ. ഏറ്റവും രുചിയുള്ള മാങ്ങ അൽഫോൺസ മാങ്ങയാണ് തോന്നുന്നു. അപ്പൊ അതിന്റെയൊക്കെ രുചിയുടെയൊക്കെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ചേച്ചി ഇനി പുതിയ രുചികൾ തേടി ഇറങ്ങുന്ന തിരക്കിലാണ്. അപ്പോ അതുകൊണ്ട് ചേച്ചി ഇപ്പൊ പറയാ, പണ്ടത്തെ പോലെ അല്ല ഗൈസ്, എന്നെ ഇപ്പൊ ആരും വിളിക്കുന്നില്ല. ഇപ്പോ ആണുങ്ങളൊന്നും എന്നെ അങ്ങനെ, പണ്ടൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുമായിരുന്നു. ഇപ്പോ മെസ്സേജസ് ഒന്നും വരുന്നില്ല. അത് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും. അതിൽ എനിക്കൊരു വലിയ ഇടിവ് സംഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മെസ്സേജ് അയക്കണം. നടി പറയുന്നതാണ്. ഇനി കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ആളെ മനസ്സിലായിക്കണില്ലേ? നമ്മുടെ രാഹുൽ മാങ്കൂടത്തെ വീട്ടിലിരുത്തി അതേ ചേച്ചി തന്നെ, റിനി ആൻഡ് ജോർജ് ചേച്ചി ഇപ്പൊ പുതിയ പല തന്ത്രങ്ങളുമായിട്ടൊക്കെ രംഗത്തിറങ്ങുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പെണ്ണൊരുമ്പിട്ടാൽ ബ്രഹ്മനും തടുക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. റിനി ഒന്ന് ഇറങ്ങി തിരിച്ച് പിതൃതുല്യനായ സതീശനെ പിതൃതുല്യനായി കാണുന്ന സതീശന്റെ പ്രക്കാതെ പോയ മകളാണ് റിനി. സതീശൻ അറിയാതെ റിനി ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ മാധ്യമത്തിൽ കോൺഗ്രസിലെ വീരശൂര പരാക്രമിയായ ഒരു യുവ നേതാവ് എനിക്ക് മെസ്സേജുകൾ അയച്ചു. ഞാൻ ആദ്യമൊക്കെ പോട്ടെ സാരമില്ല, എൻ്റെ സൗന്ദര്യം, എൻ്റെ വെളുപ്പ്, എൻ്റെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കണ്ട് ആകൃഷ്ടനായി യുവ നേതാവ് അയച്ചതാണ് എന്നാണ് ചേച്ചി ആദ്യം കരുതിയത്. പക്ഷെ പിന്നീട് അപ്പൊ അങ്ങ് വെറുതെ വിട്ടു, അയച്ചോട്ടെ എന്ന് കരുതി. പക്ഷെ പോകെ യുവ നേതാവിന്റെ സംസാരത്തിൽ കുറെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ചേച്ചി മറ്റു തലത്തിലേക്ക് പോകുമെന്ന് ചേച്ചി മനസ്സിലാക്കി. അപ്പൊ ചേച്ചി വിളിച്ചു, മകനെ, നീ ഈ നാട്ടിലെ ജനപ്രതിനിധിയാണ്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുവാനുണ്ട്. എന്റെ പുറകെ നടന്ന് സമയം കളയുന്ന നേരം നീ പാലക്കാട് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീ അവിടെ നന്നാക്കൂ. ആ സമയത്ത് പാലക്കാട് MLA ആയിട്ടില്ല. യൂത്ത് കോൺഗ്രസിനെ കുറച്ചുകൂടി വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തൂ. എന്തെല്ലാം പദ്ധതികൾ നമുക്കിവിടെ മെനയാം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ഉപദേശം സ്വീകരിച്ച് നീ ഇമ്മാതിരിയുള്ള കോഴിത്തരങ്ങളൊക്കെ നിർത്തണം. വീണ്ടും ചേച്ചി ഉപദേശിച്ചിട്ട് ഉപദേശം ഏക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നീട് 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് വിളിച്ചത്. 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചപ്പോഴും ചേച്ചിക്ക് ഉപദേശം വന്നു. അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, എനിക്ക് ദൈവം വാരിക്കോരി സൗന്ദര്യം തന്നു, എനിക്കറിയാം എൻ്റെ സൗന്ദര്യത്തിൽ നീ മനം മയങ്ങിയിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് നീ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വെറുതെ വിട്ടു എന്നാണ് ചേച്ചി പറയുന്നത്, എനിക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരു ബോധോദയം, എൻ്റെ ഉപദേശം കൊണ്ടൊന്നും ഇവൻ നേരെയാവുമെന്ന് തോന്നുന്നില്ല. എന്നാ മാധ്യമങ്ങളടുത്ത് പറഞ്ഞ് ഇവനെ ഒന്ന് വേട്ടയാടി ഇവനെ ഒന്ന് വീട്ടിലിരുത്താം, അല്ലാതെ ഇവൻ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചേച്ചി വന്നിരുന്ന് ഏതോ സിനിമയിൽ അഭിനയിച്ചെന്ന്, ഏത് സിനിമയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, കണ്ടവര് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. എന്നെ തെറി വിളിക്കാൻ എന്തായാലും കുറെ അന്തകമ്മികൾ വരുമല്ലോ. അപ്പൊ ആ അന്തകമ്മികൾ ആർക്കെങ്കിലും അറിയെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോ ചേച്ചി വെട്ടി തുറന്ന് പറച്ചിലുകൾ നടത്തിയതിനു ശേഷം പിന്നീട് മാംഗോ ഫെസ്റ്റിനാണ് പിന്നെ ചേച്ചിയെ കാണുന്നത്. എവിടെ മാംഗോ ഫെസ്റ്റ് വന്നാലും ചേച്ചി അവിടെയൊക്കെ മാങ്ങയുടെ രുചി അറിയാൻ പോകും. അങ്ങനെ മാംഗോ ഫെസ്റ്റിന് കണ്ട് അവിടെയൊക്കെ കണ്ടപ്പോൾ ചേച്ചിയുടെ തുണിക്ക് കുറച്ചുകൂടെ ഇറക്കം കുറവ്,
കാണാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന, ഇപ്പൊ എന്താണ് കാണാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. പക്ഷെ ചേച്ചി അതൊക്കെ ഒന്ന് കാണിച്ചു തുടങ്ങി. പിന്നെ ഓൺലൈൻ മാധ്യമങ്ങള് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഒക്കെ ചേച്ചിയുടെ പുറകെ നടന്ന് ചേച്ചി പറഞ്ഞു CPM താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ്, പിണറായിയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ, പിണറായിയെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ചേച്ചിയുടെ ഒരു ഭാവം അങ്ങനെയായിരുന്നേ. ചേച്ചിയുടെ പറച്ചിലേക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നെ നിർബന്ധിക്കണം, എന്നെ നിർബന്ധിച്ച അടുത്ത മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ഞാനാണ്. ഈ പിള്ളേരോടൊക്കെ അത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവണ്ടേ? കാരണം അവിടെ ആകുമ്പോൾ തീവ്രത അളക്കാനും കുറയ്ക്കാനും ഉള്ളതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ചേച്ചിക്ക് ചാറ്റ് ചെയ്തത് തീവ്രത കുറഞ്ഞ ചാറ്റിംഗ് ആണോ തീവ്രത കൂടിയ ചാറ്റിംഗ് ആണോ എന്ന് അറിയാൻ പറ്റും. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചത് തീവ്രത കൂടിയ വിളിയാണോ കുറഞ്ഞ വിളിയാണോ എന്ന് അറിയാൻ സാധിക്കും. അവർ ഈ മെഷീനും കൊണ്ട് നടക്കുകയാണല്ലോ. അപ്പൊ പല തീവ്രതകളും അവർക്ക് അളക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണല്ലോ ശബരിമലയിലെ തീവ്ര സംഗമം എന്ന് പറഞ്ഞത്. അവര് തീവ്രത കൂടിയതും കുറഞ്ഞതും അളക്കാനുള്ള സാധനം ഇവരെ കയ്യിലുള്ളത് കൊണ്ട് ഇവരിങ്ങനെ അളന്നുകൊണ്ടിരിക്കും. അപ്പൊ ചേച്ചി, ഞാൻ മുഖ്യമന്ത്രി വേണമെങ്കിൽ എന്തിനാ നരേന്ദ്രമോദിയുടെ അങ്ങോട്ട് മാറാൻ പറ, ഞാൻ പ്രധാനമന്ത്രി വരെ ആവും. കാരണം എന്റെ സുഹൃത്തുക്കളെ തൊട്ട ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. അല്ല, അതല്ലല്ലോ പറഞ്ഞതിന്റെ, പ്രധാനമന്ത്രി ആകാന്നല്ലേ നേരത്തെ പറഞ്ഞത്. അത് തന്നെ, പ്രധാനമന്ത്രി ആകാന്നേനെ പറഞ്ഞത്. പ്രധാനമന്ത്രി ആകാൻ എനിക്കതിലൊരു, പക്ഷെ മോദി നിർബന്ധിക്കണം. പ്രധാനമന്ത്രി ആകാൻ എന്നെ മോദി നിർബന്ധിക്കണം. ഇനി പ്രധാനമന്ത്രി ആകാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്കിലും എന്നെ നിർബന്ധിക്കണം. നിർബന്ധിക്കാതെ ഞാൻ വരില്ല. എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, എന്നെ കാണാൻ ബഹു സുന്ദരിയാണ്. അത് മാത്രമല്ല, ഒരു നേതാവിനെ വീട്ടിലിരുത്തി അന്തംഗമ്മികളെ സന്തോഷിപ്പിച്ച ആളാണ് ഞാന്. ഒരു യുവ നേതാവിനെ പിന്നെ എന്താ പറയുക, പരാതിയില്ല, കേസില്ല, ഒന്നുമില്ല. എന്റെ നാലേ വാക്കേ ഞാൻ മിണ്ടിയുള്ളൂ. ആ 4 വാക്കിൽ അങ്ങേരിപ്പത് അകത്തിരിക്കുകയാണ്, വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാതെ. ഒളിച്ചും പാത്തുമൊക്കെയാണ് പലയിടവും പോകണമെന്നാണ് പറയണത്. അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കണ്ടെങ്കിൽ എന്നെ പിടിച്ച് മര്യാദയ്ക്ക് മുഖ്യമന്ത്രി ആക്കിക്കോ. എനിക്ക് തോന്നുന്നത് എനിക്ക് സാമൂഹ്യ ക്ഷേമ വികസന കൊടുക്കുന്നതോ അല്ലെങ്കിൽ സഹകരണ വകുപ്പ് കൊടുക്കുന്നതോ ആയിരിക്കും നല്ലത്. സഹകരണ വകുപ്പാകുമ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് അവർക്കുണ്ടല്ലോ. അപ്പൊ സഹകരണ വകുപ്പ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആഭ്യന്തരവും നല്ലതാ. ആര് മിണ്ടിയാലും കൊണ്ടുവന്ന് ഓടിച്ചെന്ന് പരാതി കൊടുക്കുമല്ലോ. അപ്പൊ ആഭ്യന്തരവും നല്ലതാ, നല്ല വകുപ്പാ. പിണറായി വിജയനെ മാറ്റിയിട്ട് ആഭ്യന്തരമൊക്കെ കൊടുക്കാം. മുഖ്യമന്ത്രി ആയാലും സ്വാഭാവികമായിട്ട് ആഭ്യന്തരം കൊടുക്കണമല്ലോ. സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ട വിഷയം ഇപ്പോ കെട്ടടങ്ങിയിട്ടുണ്ട്. പുതിയ തെളിവുകളുമായിട്ടൊന്നും ആരും വരുന്നത് കണ്ടില്ല. ഇരയെ കണ്ടവരെ ഒന്നും പിന്നെ കാണാനില്ല, ഇരയുടെ ഡ്രോമ അനുഭവിച്ചവരെയൊന്നും പിന്നെ കാണാനില്ല. ആരൊക്കെയോ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ നടക്കട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനായി കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ കുറെ കളികൾ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കളികൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി മനസ്സിലായി. പക്ഷെ ഇനി കൂടുതൽ ആരെങ്കിലും ഐഡിയയുമായി വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാവുന്ന കഥകളൊക്കെ രാഹുൽ മാങ്കൂട്ടം പച്ചയ്ക്ക് വിളിച്ചു പറയും. ഇതുകൊണ്ടാണ് പലരും ഇപ്പൊ വായും പൊത്തി മിണ്ടാതിരിക്കുന്നത്. എന്തായാലും റിനി കൊച്ചിനെ വലിയ സങ്കടമുണ്ട്. ആ റിനി കൊച്ചിന്റെ സങ്കടം ഒന്ന് തീർക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് തീർത്തു കൊടുക്കുകയും, ആണുങ്ങളെ നിങ്ങളൊക്കെ ഈ പെൺപിള്ളേരെ പുറകെ പോണ, ഈ കൊച്ചു ഇങ്ങനെ ഇവിടെ ഇത്രയും സുന്ദരിയായിട്ടിരുന്നിട്ട് നിങ്ങൾ എന്താ ഈ കൊച്ചിനെ മൈൻഡ് ചെയ്യാത്തത്? ഈ കൊച്ചൊക്കെ എന്താ കെഞ്ചിയല്ലേ നിങ്ങളോട്? ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കുക, എന്നെ ചക്കരക്കുട്ടി എന്ന് വിളിക്കുക, എന്നെ വാവയെന്ന് വിളിക്കുക, എന്നെ പുന്നാര മോളെ എന്ന് വിളിക്കുക. പുന്നാര മോളെ തന്നെ വിളിക്കണം, അതിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ വേറെ ഒന്നും ചേർത്തുകളയല്ലേ.